ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നല്ലത് ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് കമന്റ്സ് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് കമന്റ് സെക്ഷനിൽ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറച്ച് കാലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആക്ച്വലി നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആകെ വൻ ഇടിവായിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ക്രാഷിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2007, 2008 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇപ്പോൾ ക്രാഷ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നത് ഇവാലുവേറ്റ് ചെയ്യാം. മെയിൻ കാരണങ്ങൾ നമുക്ക് നോക്കി നോക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് എന്താ പറയുക ക്രാഷ് ആവാൻ എന്താണുള്ള മെയിൻ കാരണങ്ങൾക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് കമ്പനികളിൽ ഫോറിൻ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു ഒക്ടോബർ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ തൊട്ട് തന്നെ ഒരു എല്ലാം സെയിൽ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് എന്താ പറയുക ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ അതാണ് മെയിൻ കാരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഇടിയാണ്ട. രണ്ടാമത്തെ കാരണം പറഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കയറിയപ്പോഴാണ് പണി കിട്ടിയത്. ഡൊണാൾഡ് ട്രംപിന്റെ കുറെ പോളിസികളും അതുപോലെ താരിഫ് കൂട്ടി, ഇപ്പോൾ സ്റ്റീലിനൊക്കെ താരിഫ് കൂട്ടിയിട്ട് 25% ആക്കിയിട്ട് അങ്ങനെ കുറെ പോളിസികൾ വന്നപ്പോഴും നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കിക്കാണ് ഇടിയാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് സാധനമാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിയുടെ. പിന്നെ മൂന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റൂപ്പി നമ്മുടെ ഡോളറിനെതിരെ ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 87 സംതിങ് ആയിട്ടുണ്ട്, 87.5 സംതിങ് ആയിപ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് ഓൾമോസ്റ്റ് ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഡെയിലി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അത് ആക്ച്വലി ഡോളർ ഭയങ്കര കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മാത്രമല്ല നമ്മുടെ ജപ്പാന്റെ കറൻസിയും അതുപോലെ തന്നെ UK കറൻസിയും എല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. പൗണ്ടൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഡോളർ അതിന് പകരം അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മെയിൻ 3 കാരണങ്ങൾ ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇടിയാനുള്ള മെയിൻ കാരണങ്ങളാണ്. അപ്പോൾ നാലാമത്തെ റീസൺ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ Q3 ഏർണിങ്സ് അത്യാവശ്യം ഭയങ്കര ഹൈ ഏർണിങ്സ് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. FMCG ഇൻഡസ്ട്രീസിനും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നോർമലി നമ്മളെന്താ പറയുക അന്ന് കൊറോണ വന്നപ്പോഴും പോലും നമ്മുടെ FMCG സെക്ടറൊന്നും അങ്ങനെ ബാധിച്ചിരുന്നില്ല. FMCG എന്ന് പറഞ്ഞാൽ ഫുഡ് ബാധിച്ചിരുന്നില്ല. പക്ഷേ അതിനടക്കം ഏർണിങ്സിന് ഭയങ്കരമായിട്ട് കുറവ് വന്നിട്ടുണ്ട്. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് വേണമെങ്കിൽ പറയാൻ ഇങ്ങനെ ഇടിയാൻ വേണ്ടിയിട്ട്. ഇതല്ലാണ്ട് വേറെ കുറെ പല റീസൺസുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പക്ഷെ മെയിനായിട്ട് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാനുള്ള മെയിൻ കാരണങ്ങൾ. അപ്പോൾ ശരിക്കും മെയിൻ ഇപ്പോൾ നല്ല ഇടി വന്നേക്കുന്നത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ സ്റ്റോക്സ് എല്ലാം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ എല്ലാം മൈനസിലാണ് എടുക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് മൈനസിലല്ല, പക്ഷേ മ്യൂച്വൽ ഫണ്ടും പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് വരും. എന്താ വെച്ചാൽ സ്റ്റോക്കിലാണ് മ്യൂച്വൽ ഫണ്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് വരും. മെയിനായിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലത്തെ ഇടി വന്നേക്കുന്നത് നമ്മുടെ സ്മോൾ ക്യാപ് ഫണ്ടുകളിലും അതുപോലെ തന്നെ മിഡ് ക്യാപ് ഫണ്ടുകളിലാണ് മെയിനായിട്ട് ഇടിഞ്ഞേക്കുന്നത്. എന്താ വെച്ചാൽ അറിയായിരിക്കുമല്ലോ, അതിൽ വരുന്നത് മിഡിൽ സെക്ഷനിൽ വരുന്ന കമ്പനീസുകളും സ്മോൾ കമ്പനീസുകളാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇടിഞ്ഞുണ്ട്. ഇൻഡെക്സ് ഫണ്ട് ഉള്ളവർക്ക് മാത്രം വലിയ ഇടിവ് വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാം ഉണ്ട് വേറെ കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഞാൻ ബെസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയില്ല. അത് ആക്ച്വലി നമ്മുടെ സെബിയുടെ റൂളിന് അഗേൻസ്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇതുവരെയായിട്ട് ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫിനാൻസിലും അതുപോലെ തന്നെ ടെക്കിലും എക്സ്പീരിയൻസ് കൊണ്ട് ക്വാളിഫൈഡ് ഉണ്ട്. നമ്മൾ എന്താ പറയുക NISM സർട്ടിഫിക്കേഷനൊക്കെ എടുത്തിട്ടുണ്ട് സെബിയുടെ. പക്ഷേ എനിക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡേഷൻ കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ, അതായത് നിങ്ങളൊരു ലോങ് ടേമിനൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ സേഫ് ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. ഞാൻ ആക്ച്വലി ബന്ധൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മറ്റേ HDFC ഇൻഡെക്സ് ഫണ്ടിലൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ IND മണി മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ IND മണിയുടെയും ഗ്രോയിൻ്റെയും ഇപ്പോൾ ഒരു റെഫറലൊക്കെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് കിട്ടാറില്ല. ഏഞ്ചൽ വണ്ട് ഞാൻ എന്തായാലും താഴെ കൊടുക്കാട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏഞ്ചൽ വൺ എടുക്കാൻ മറക്കണം. എൻ്റെ ഏഞ്ചൽ വണ്ട് കൂടെ വെച്ചാൽ നമുക്കത് ഓഫ്ലൈൻ സപ്പോർട്ടും കിട്ടും. അതായത് ഇവർക്ക് ബ്രാഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ എല്ലാ മിക്ക സൈഡിലും ഏഞ്ചൽ വണ്ട് ബ്രാഞ്ചസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ട് നോക്കിയെടുക്കാം. എന്താ വെച്ചാൽ ഇൻഡെക്സ് ഫണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്കതിൽ മെയിൻ ആയിട്ടുള്ള ലാർജ് ക്യാപ്സ് കമ്പനീസുകളായിരിക്കും അതിലുണ്ടാവുക. അത് മാത്രമല്ല നമുക്ക് എക്സ്പെൻസ് റേഷ്യോ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട ഒരു പരിപാടിയാണ് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് സാധനം. അതായത് അവരുടെ ചാർജ് എന്ന് വെച്ചാൽ നമ്മളിത് റിഡീം ചെയ്യുമ്പോൾ ഇത് കുറച്ചിട്ടാണ് അത് തരിക. അപ്പോൾ 1ന്റെ താഴെ വരുന്നതാണ് ആക്ച്വലി റെക്കമെൻഡ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക എല്ലാത്തിനും 0.5ന്റെ താഴെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇൻഡെക്സ് ഫണ്ടൊക്കെ അങ്ങനെ നോക്കിയിട്ട് കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം.
ജസ്റ്റ് നമ്മുടെ ഏതാണോ നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്നത് അതിൽ കയറിയിട്ട് ജസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് അടിച്ചാൽ മതിയിട്ട്. അപ്പോൾ അതിൽ ഇൻഡെക്സ് ഫണ്ട് അടിക്കുമ്പോൾ തന്നെ അതിൽ വരും. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് കുറേ ടൈപ്പ് ഉണ്ട്. ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾ ലാർജ് ക്യാപ്പിലത്തെ ഇൻഡെക്സ് ഫണ്ട് എടുത്താൽ മതിയിട്ടാ. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് അടിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഇവിടെ വരുന്നുണ്ട്. ഇതിൽ അത് നോക്കിക്കഴിഞ്ഞാൽ DSP നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്. പിന്നെ UTIയുടെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്. ICICI പ്രൊഡൻഷ്യലിന്റെ നിഫ്റ്റി നെക്സ്റ്റ് ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്. ബന്ധൻ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. നിഫ്റ്റി 50 വരും, നിഫ്റ്റി 100 വരും കേട്ടോ. അതായത് 50 കമ്പനീസ് 100 കമ്പനീസ് അതാണ്. പിന്നെ SBIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്. ടാറ്റ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്. ICICI അത് എല്ലാം കുറേ മിക്ക എല്ലാ ഫണ്ട് ഹൗസുകളിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി നോക്കിയിട്ട് ഇതിൽ ആക്ച്വലി ഇവർ തന്നെ സ്റ്റാർ റേറ്റിംഗും സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ നോക്കുന്നപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുക ICICI പ്രൊഡൻഷ്യലിലെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഉള്ളിൽ കയറി കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് ഒക്കെ കാണാൻ കണ്ടു. 2 സ്റ്റാർ. അതുപോലെ തന്നെ മിനിമം SIP എത്രയാണ് വേണ്ടത്, 100 രൂപ. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, ടാക്സ് അങ്ങനെ കാണാൻ കണ്ടു. ഇത് ഗ്രോയിൻ്റെ ആപ്പാണ്. ഇത് എല്ലാത്തിലും കാണാം കേട്ടോ. അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ലോഡ് 0 ആണ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നോർമലി ചില ഫണ്ടുകൾക്ക് നമ്മൾ ആ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചിലതിന് ഒരു 30 മാസത്തിനുള്ളിൽ നിങ്ങൾ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് വരും. ചിലതിന് 6 മാസത്തിനുള്ളിൽ റിഡീം ചെയ്ത് എക്സ്ട്രാ ചാർജ് വരും. അങ്ങനെ കുറച്ച് ചാർജ് ആയിരിക്കും. അതിനാണ് ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എക്സ്പെൻസ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കുറവുണ്ട്. 0.19 മാത്രമേ ഉള്ളൂ ഇതിന് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള സാധനങ്ങൾ നോക്കി എടുക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ ഹോൾഡിംഗ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. എന്നുവെച്ചാൽ ഇൻഡെക്സ് ഫണ്ട് കുറേ ടൈപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലതിൽ മെയിനായിട്ട് എന്താ പറയുക തീം ബേസ്ഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം HDFC ബാങ്ക് വരുന്നുണ്ട്, ICICI ബാങ്ക് വരുന്നുണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, ഇൻഫോസിസ് ലിമിറ്റഡ് വരുന്നുണ്ട്, ITC വരുന്നുണ്ട്, ഭാരതി എയർടെൽ വരുന്നുണ്ട്, ലാർസൺ ആൻഡ് ടോബ്രോ LNT വരുന്നുണ്ട്, TCS വരുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താ വെച്ചാൽ ഇത് നിഫ്റ്റി 50 എന്നുണ്ട്. അതായത് നമ്മുടെ നിഫ്റ്റിയിൽ വരുന്ന 50 കമ്പനീസുകളുടെയാണ് കേട്ടോ. ഇപ്പോൾ സൊമാറ്റോ ലേറ്റസ്റ്റ് ആയിട്ട് നിഫ്റ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്. പക്ഷേ എല്ലാം പിടിഞ്ഞു കേട്ടോ, എല്ലാം ഇടിഞ്ഞു. എന്ന് വെച്ചാൽ ഒടുക്കത്തിടിയിലാണ് ഇടിഞ്ഞത്. ഇപ്പം എൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ റെഡാണ്. US സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം ഇപ്പോഴും കയറിയിട്ട് നിൽക്കുന്നത്. ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും സംഭവം ലാഭത്തിലൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്കി ഒക്കെ കണക്കാം. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ടിലായിരിക്കും. റെക്കമെൻഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ. പക്ഷേ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡെക്സ് ഫണ്ട് തന്നെയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 12%, 13% അല്ലെങ്കിൽ ഒരു 15% ഇടയിലായിരിക്കും നമുക്ക് നോർമലി റിട്ടേൺ വരിക. അതിൽ സ്മോൾ ക്യാപ്സ് ഫണ്ടിൻ്റെ ഇൻഡെക്സ് ഫണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാലാണ്, സ്മോൾ ക്യാപ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതിനനുസരിച്ച് റിസ്ക്കും കൂടുതലാണെന്ന് വെച്ചാൽ സ്മോൾ കമ്പനി ചിലതെന്ന് വെച്ചാൽ നല്ല കമ്പനികൾ വലുതായി ചിലപ്പോൾ അത് മിഡ് ക്യാപ്പ് ആവും, പിന്നെ ലാർജ് ക്യാപ്പ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ അതിനാണ് അത് സ്റ്റോക്ക് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഫുൾ നമ്മുടെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആക്ച്വലി ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണെന്ന് വെച്ചാൽ ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കാര്യം പറയുകയാണെങ്കിൽ NAV വാല്യൂ ഉണ്ട്, അത് കുറഞ്ഞിരിക്കുകയായിരിക്കും. ഇപ്പോൾ സ്റ്റോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സ്റ്റോക്സിൻ്റെ എമൗണ്ടും കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കും നമ്മുടെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഇതിൻ്റെ അപ്പുറം ഇടിഞ്ഞതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വാങ്ങി വെച്ചവർക്കൊക്കെ ഭയങ്കര ലാഭം അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇതുപോലെ ഇടിയുമ്പോൾ കണ്ടവർക്ക് പേടി വരും, അവരപ്പം തന്നെ വിൽക്കും, നഷ്ടത്തിലായാലും അവർ വിൽക്കും. അപ്പോൾ അത് എന്താ ഓൾറെഡി നമ്മൾ പറയുന്നതാണ്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. മിനിമം 10 കൊല്ലം 5 കൊല്ലത്തിൻ്റെ അബോക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പം വരിക. അപ്പോൾ ഏറ്റവും ബെറ്റർ SIP ഓട്ടോമാറ്റിക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് നോക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര റെഗുലറായിട്ട് നോക്കാണ്ടിരിക്കുക. നോക്കണം നല്ലതാണെന്ന് വെച്ചാൽ നമ്മളത് എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ നോക്കുന്നല്ല. പക്ഷേ ഭയങ്കര റെഗുലറായിട്ട് നോക്കാണ്ടെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GST വേൾഡ് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.